എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ 100 അല്ല 200% പുള്ളി വർക്ക് ചെയ്യും. സീനുകൾ ചെയ്യുന്നില്ലെന്നല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷേ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്ററായിരുന്നു. കാണുക, പഠിക്കുക, ഇദ്ദേഹത്തെ പോലത്തെ വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. ഞാൻ അത്രയും വലുതാകാത്ത ഒരു അവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയില്ല കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യൻ്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനുള്ള കിട്ടിയ അവസരമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും. Nowadays, because of subtitles, I love to watch. Now I understand. There are some sexual allegations against Vineet Vikas in Malayalam movie. And how did you notice them and what's your reaction? സാറിൻ്റെ റിയാക്ഷൻ? സത്യം പറഞ്ഞാൽ മാസ്റ്റർക്ക് അതിനെപ്പറ്റി ഒന്നും ഈ ടെസ്റ്റിംഗ് നോ അബൌട്ട് അങ്ങനെ തന്നെ. പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പം നമ്മളെപ്പോലത്തെ ഒരാൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്ന് തന്നെയാണ്. അതിന് വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി I don't know. It is. I don't know how to address it. That's it. But I know about it, but I don't know how to address it. So media and that's it. Eduma? Dream role, huh? இல்லை அப்படி இந்த இப்போ ஃபஸ்ட்லேருந்து எஃபர்ட் இல்லை. ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது மட்டும் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்குது எனக்கு. இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ, ஐ ஆஸ்க்ட் எஸ் சார் யூ கேன் டூ இட், தென் ஐ வில் கோ வித் தட்ஸ் இட் அக்கார்டிங் டு டைரக்டர்ஸ் கன்வெக்ஷன். ഷാജൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അദ്ദേഹം. സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തെ. പക്ഷേ ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട് സിനിമയിൽ. അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജൻ ചേട്ടൻ. ഹി നോസ്. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് ഇതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ബാരിയറെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസി ആയിരുന്നു. ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരന് അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. സോ നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാൻ. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാനുണ്ട്, പ്രമോദ് വെള്ളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ അതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാം മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്കൊന്ന് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെ ഉണ്ട് സ്റ്റിൽ. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ജമ്മ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാർക്ക് ലൂസ് ആണെന്ന് വെച്ചിട്ടാണ്. പേട്ടർ റാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയിരുന്നു. അത് ഞാനിട്ടല്ല കേട്ടോ. എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും അതിനോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു ആണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. എല്ലാം ഞാൻ പറയത്തില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. இல்லை ஆமாம் இல்லை ஹிந்தி ஆமாம் கரெக்டாக. No, I don't think when they call, I will come. If it is a good character, I will come and wait. You teach me and I will repeat you, but nothing naughty. എല്ലാവരും എല്ലാവർക്കും എൻ്റെ Sorry. And what? What did he say? I love you. Yes, it's a universal language. த்ரூட் இருக்கா? ஆமாம்மா இருக்கேன், டான்ஸ் பண்ணியிருக்கேனே. ஆ மாஸ்டராவா? ഇനി ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും, പ്രത്യേകിച്ച് ലേഡീസിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടിയുണ്ടോ? കിൽ 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 സൂപ്പർ. ராகவ் ஜெயல் ராகவ் நோ டான்ஸர் அதானே கேட்குறீங்க? என்ன கொஸ்டின்? பார்த்துட்டேன். Extraordinary. He was too good. Raghav was too good. Raghav Jayal, the cockroach. He's too good. அவரோட படமா? பரவாயில்ல, இட்ஸ் ஓகே. கேளு இட்ஸ் ஓகே. அவங்க அந்த மாதிரி எனக்கு ஆசை இருக்காண்டா. எனக்கும் ஆசை இருக்கு. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும் போது நமக்கு கூட அந்த கோவம் வருது இல்லையா? இட்ஸ் மோர் தென் ஃபைட். த எமோஷன் ஒர்க். அஃப்கோர்ஸ் ஃபைட், அதனால அந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும் போது நமக்கு கூட அடிக்கணும் போல இருக்கு. தட்ஸ் வாஸ் எமோஷன் வாஸ் ஒர்க்கிங் ஸோ மச். இட்ஸ் குட். ஐ வுட் லவ் டு டூ இட்.
Kartanar, I was just guest appearance it was. And I like that director, Rojin Thomas. He's too good. And the company was also great company, production company. The director, I loved it. அவர் கூட நான் ஒர்க் பண்ணல, என் கூட காம்பினேஷன் இல்லை. நீங்கள் கொஞ்சம் தானே கேட்டீங்க, அவ்வளோதான். വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കും. ചേട്ടാ, അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിക്കാം. നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച പോലെ പ്രഭുദേവ സാറ് നേരത്തെ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാള സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ OTT കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. எனக்கு இப்போ ரீசெண்டாக லாஸ்ட்டாக பார்த்தது வந்து ஊர்வசி மேடமும் பார்வதி அவங்க பண்ணாங்க உள்ளலுக்கு. ஐ சா இட். இட்ஸ் குட் மூவி, குட் மூவி. ஐ லவ் இட். தே போத் வேர் வெரி குட். அப்புறம் ഓക്കെ, ഉള്ളെടുക്കാണ് സാറിന് ഇഷ്ടം. പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യം? വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ഫൈനലി നമ്മുടെ ഡയറക്ടർ, കാരണം ഞാൻ ഡയറക്ടറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, SJ സിനു. ഒപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ആൾ തന്നെയാണ് ശ്രീ ദിനിൽ. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജോബി പി സാം നൽകി തന്നു. നമ്മുടെ തേര്, ജിബൂട്ടി, മൂന്നാമത്തെ പടമാണ് പെട്ടറാപ്പ്. ഈ സെറ്റുകളിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. അത് ആദ്യം തന്നെ അത്രയും ഉദ്ദേശം തന്നുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും. നിങ്ങൾക്കും അറിയാവുന്ന പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഫൈനലി ഡയറക്ടർ. ഒന്നുമില്ല, എല്ലാവരും സിനിമ നന്നായിട്ട് എഴുതണം ഉള്ളത് സത്യം. ഇരിക്കുമ്പോൾ ഒരു ധൈര്യം, അത് ഇരുന്നുകൊണ്ട് പറഞ്ഞ നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ചങ്ങ് ആടും. എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മളീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോട് ഇത് പറയാൻ. എനിക്കങ്ങനെ ഒരുപാട് വലിയ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാൻ. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടം ഇവിടുന്നാണ് ഹാർട്ടിൽ ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120ക്ക് മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വേണ്ടി ലിസ്റ്റിൽ കുറവ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും. താങ്ക് യു ഓൾ ദ മീഡിയ. നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഗസ്റ്റ് പ്രഭുദേവ് സാറും സണ്ണി മാമും സിനിച്ചേട്ടനും എല്ലാവരും കൂടി ആ ഒരു മൊബൈൽ ഫോൺ തന്നാലും നിങ്ങളുടെ എല്ലാവരും കൂടി ചേർത്തുള്ള ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കിട്ടാൻ വേണ്ടി എല്ലാ മാധ്യമപ്രവർത്തകരും ഫ്രണ്ടിലോട്ട് വരിക. താങ്ക് യു ഓൾ ദ മീഡിയ. താങ്ക് യു. ഫോട്ടോ സർ, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി സിനി സർ, പ്രൊഫസർ സണ്ണി മാം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് പോസ്റ്റ് ചെയ്യണം.
താങ്ക് യു ഓൾ ദ മീഡിയ, താങ്ക് യു ഗസ്റ്റ്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. നിങ്ങളുടെ ഹൈറ്റ് റെഡിയാണ് ആ ഹാളിൽ. സോ അതും കൂടി നിങ്ങൾ ഈ പരിപാടിക്ക് വന്ന എല്ലാവരും ആ ഹൈറ്റ് ഉള്ള റൂമിലേക്കും കൂടി പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.